ഇപ്പം മിറാജ് ഇപ്പം സാർ പറഞ്ഞു ഇപ്പോൾ ഒരു ഫീമെയിൽ സെൻട്രിക് ആയിട്ടാണ് പോകുന്നത് കുറച്ചുകൂടെ അപർണയുടെ ക്യാരക്ടർ ഇപ്പോൾ ഒരു ഫീമെയിൽ സെൻട്രിക് ലോകയുടെ കാര്യം സാർ പറഞ്ഞു അതിന്റെ വിജയം എങ്ങനെ നോക്കിക്കാണുന്നത് ഒരു ഫീമെയിൽ സെൻട്രിക് സ്റ്റോറി ഇവിടെ കേരളത്തിൽ ഒരു സൂപ്പർ ഹീറോ പടം കേരളത്തിൽ ഇതിൻ്റെ പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ല ഒരു ഡിഫറൻസ് സാധനം നല്ല രീതിയിൽ കൊടുത്താൽ ഇവിടെ പ്രേക്ഷകർ രണ്ട് കൈ നീട്ടി അക്സെപ്റ്റ് ചെയ്ത് പണ്ടും പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ലോകയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ലോക ഇതുവരെ മലയാള സിനിമ കാണാത്ത ഒരു പാറ്റേണിലുള്ള ഒരു സിനിമ ചെയ്തു. അതാ ഞാൻ പറഞ്ഞത് അങ്ങനത്തെ ഡിഫറെൻറ്റ് ചിന്തകളും ഡിഫറെൻറ്റ് ഇനിയിപ്പം ഉടനെ എല്ലാവരുടെ എന്നാൽ എന്താ പറയുക സൂപ്പർ ഹീറോ ചെയ്തേക്കാന്ന് പറഞ്ഞാൽ ഇറങ്ങരുതെന്ന് പറഞ്ഞു. അത് അവർ ചെയ്തു. അവരതിൻ്റെ അടുത്ത പാട്ടുകളും അതുമൊക്കെ ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ വേറെ ഡിഫറെൻ്റ് ആയിട്ട് ആലോചിക്കുക, അല്ലെങ്കിൽ നല്ല ഡ്രാമ, ഇന്ന ജോണർ എന്നില്ല, ഏത് ജോണറാണേലും അത് എന്നുള്ളതാണ്. ജിത്തു ജോസഫിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മൂവി ഒരു സിനിമ, ഓൾ ടൈം ഫേവറേറ്റ് ഒറ്റപ്പടം, എപ്പോഴും ഒരു ഗോ ടു വാച്ച് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫേവറേറ്റ് പടം പെട്ടെന്ന് വരുന്നത് ഏതായിരിക്കും? പെട്ടെന്ന് ചോദിച്ചാൽ അതിന്റെ ഏത് സീൻ വന്നാലും ഇരുന്ന് പോകുന്ന ഒരു സിനിമ സന്ദേശമാണ്. സന്ദേശം ഇന്നും പ്രസക്തിയുള്ള സന്ദേശം അത് ഇപ്പോഴും അതിന്റെ ഏതെങ്കിലും ഒരു സീൻ വന്നാൽ നമ്മളിങ്ങനെ കുറച്ചു നേരം അവിടെ നിൽക്കും. അതിനകത്ത് ഓരോ ക്യാരക്ടറൈസേഷനും ഇതുപോലെ ഒത്തിരി സിനിമകളുണ്ട്. പെട്ടെന്ന് എന്നോട് ചോദിച്ചപ്പോൾ സന്ദേശമാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയ സിനിമ. അതായത് ഷൂട്ടിംഗ് സമയത്ത് എന്താണെന്ന് വെളിപ്പെടുത്തണ്ട, പക്ഷെ എന്നാലും ഭയങ്കര തലവേദനയായി, നമ്മൾ വിചാരിച്ച പോലെ ഷെഡ്യൂൾ ഒന്നും പോയില്ല എന്ന് തോന്നിയൊരു സിനിമ താങ്കളുടെ 18 സിനിമകളിൽ? റാം. ഷൂട്ടിംഗ് എക്സാക്ട്ലി ഷൂട്ടിംഗ് സമയത്ത് റാം. കാരണം കുറേ പ്രശ്നങ്ങളുണ്ടായി. എക്സാക്ട്ലി ഞാനത് മറന്നുപോയി കേട്ടോ. കാരണം വെച്ചാൽ എത്ര നാളായി അത്. അപ്പോൾ അതിനകത്ത് കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. കുറേ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് സങ്കടമൊക്കെ വരുന്ന ഒത്തിരി. ഞാനൊരു തീർപ്പിനോട് ചോദിക്കുകയാണ്, അത് പ്രൊഡ്യൂസേഴ്സ് സൈഡിൽ നിന്നാണ്. അപ്പോൾ നമ്മളെല്ലാം ഓരോ തവണ അവർ വരുമ്പോഴും ഞാനും ലാൽ സാറും ഒക്കെ ആൻ്റണിയൊക്കെ പറയുന്നുണ്ട്, ഞങ്ങൾ റെഡിയാണ്, എപ്പോൾ വേണേലും ലാൽ സാർ വേണേലും ഏത് പ്രൊജക്റ്റ് വേണേലും. പക്ഷെ കുറച്ച് നേരത്തെ പറഞ്ഞു, കാരണം താടി ആ ഗെറ്റപ്പ് ഇതൊക്കെ ഉണ്ട്, നിങ്ങൾ കുറച്ച് പ്രയർ നോട്ടീസ് തരണം. കാരണം എനിക്കും പ്രിപ്പറേഷൻ ഉണ്ട്. കാരണം ഇനി ടുണീഷ്യയും UK ഒക്കെ ഷൂട്ട് ചെയ്യാനുണ്ട്. അപ്പം അവരുടെ പ്രശ്നങ്ങൾ അവർ തീർത്ത് വരണം. അതാണ് പ്രോബ്ലം. ഇല്ല സാർ, ഞാൻ ഒരു ഡയറക്ടേഴ്സ് ആസ്പെക്ട് ചോദിക്കുന്നത്, ഇത്രയും ഷൂട്ടിംഗ്, പല ലൊക്കേഷൻസ്, ഇത്രയും പ്ലാനിങ്സ്, ആൻഡ് ഇപ്പോൾ അത് നിൽക്കുന്ന സ്റ്റേജിൽ ഫീൽ എന്താണ്? സങ്കടമാണ്. കാരണം അതിനകത്ത് ഒത്തിരി എഫേർട്ട്, ഞാൻ മാത്രമല്ല ലാൽ സാറിനൊക്കെ ഭയങ്കര സങ്കടമുണ്ട്. അത്രയൊരു എഫേർട്ട് ഇട്ട് നമ്മളത് ചെയ്തിട്ട്, അതുപോലത്തെ നമുക്ക് പുറത്തുനിന്നൊക്കെ അതുപോലെ ക്രൂവിനെ വെച്ച് സഹകരിപ്പിച്ചൊക്കെ നമ്മൾ ചെയ്തിട്ട് ആ പടം അങ്ങനെ ആയപ്പോൾ നമുക്കതൊരു സങ്കടമാണ്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? കമന്റ് ബോക്സിൽ എല്ലാം റാം ഉണ്ട്. റാം വേഗം ഓൺ ആവട്ടെ സാർ. സാറിന് കിട്ടിയ ഒരു ബെസ്റ്റ് ഡയറക്ഷൻ അഡ്വൈസ്, അപ്പോൾ ജയരാജ് സാറിനാണോ നിർബന്ധമില്ല, ഒരു ബെസ്റ്റ് ഡയറക്ഷൻ അഡ്വൈസ് എന്തായിരിക്കും ആരുടെയെങ്കിലും ഭാഗത്ത്? ജയരാജ് സാറിൻ്റെ തന്നെയാണ്. ഞാൻ എൻ്റെ ഫസ്റ്റ് സിനിമ ചെയ്യാൻ ഫസ്റ്റ് ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് ജയരാജ് സാറിനെ വിളിച്ചു. ഞാൻ ഫസ്റ്റ് ഷോട്ട് എടുക്കാൻ പോകുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു പടം വർക്ക് ചെയ്തിട്ടാണ് ഞാൻ ഈ സിനിമ ഇറങ്ങിയത്. പുള്ളി എന്നോട് പറഞ്ഞത്രേ ഉള്ളൂ, ആ സെറ്റിലെ ക്യാപ്റ്റൻ നീയാണ്, യു ഷുഡ് ബി ദ ഫൈനൽ വേർഡ്. എന്ത് ഇതെടുത്താലും തീരുമാനം അവസാനം നിൻ്റെ തീരുമാനമായിരിക്കണം. അപ്പം അതിനാളെ തെറ്റാണെന്ന് പറഞ്ഞാൽ തിരുത്തുക, പക്ഷെ ഒരു പരിധിക്കപ്പുറം മറ്റുള്ളവരെ തലക്കയറാൻ സമ്മതിക്കരുത്. മനസ്സിലായി? അതിൻ്റെ അടുത്ത് ആരുടെ അടുത്തുനിന്ന് അഭിപ്രായങ്ങൾ എടുക്കരുതെന്നല്ല. ഫൈനൽ ഡിസിഷൻ നമ്മൾ നല്ലൊരു അഭിപ്രായമാണെങ്കിൽ എടുക്കണം. കാരണം അത് പ്രൊജക്റ്റിന്റെ ഗുണത്തിന് വേണ്ടിയിട്ടാണ്. അത് ആ ഈഗോ പാടില്ല. പക്ഷെ നമ്മൾ സ്ട്രോങ് ആയിട്ട് ഇത് മതി, ഞാൻ കോൺഫിഡൻ്റ് ആണ്, അത് എൻ്റെ കോൺഫിഡൻസ് ആണ്. പക്ഷെ നാളെ തെറ്റിപ്പോകാം. അപ്പം അത് ലൈഫിൽ നമ്മൾ പഠിക്കുന്ന ഓരോ പാഠങ്ങളാണ്. അതിൽ നിന്ന് പഠിച്ച് നമ്മൾ തിരുത്തി മുന്നോട്ട് പോകും.